പ്രേമനൈരാശ്യവും പോരാത്തതിന് അപ്പച്ചനോടുള്ള വാശിയും എല്ലാം കൂടെ ആദ്യ രാത്രി തന്നെ ആത്മഹത്യ ചെയ്യാൻ ഞാനങ്ങ് തീരുമാനിച്ചു. വിഷം കഴിക്കണമോ തൂങ്ങിച്ചാവണമോന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാ ദാണ്ട ചാർലി ചാൻ അകത്തോട്ട് ഇഞ്ഞ് കയറി വരുന്നു. അയ്യോ, ഞാനങ്ങ് പേടിച്ച് വിറച്ചു പോയി കേട്ടോ. അത് ഞാൻ എൻ്റെ അടുത്ത് വന്നേച്ചും പറയുവാ, ത്രേസ്യക്കുട്ടി പേടിക്കണ്ട, ഇനി അങ്ങോട്ട് ഞാനുണ്ട്. 45 കൊല്ലമായി കളിയും ചിരിയും കണ്ണീരും വഴക്കും ഒക്കെ ഉണ്ടായി. എന്നാലും അത് ഞാൻ തന്ന വാക്ക് പാലിച്ചു. എന്നെ പൊന്നുപോലെയാ നോക്കുന്നത്. ചാർലി ചാനേക്കാൾ കൂടുതൽ ഒരാൾക്കും എന്നെ സ്നേഹിക്കാൻ പറ്റത്തേയില്ല. അന്ന് ഞാൻ ചെയ്യാൻ പോയ മണ്ടത്തരം ഓർക്കുമ്പോഴേ ഇപ്പോഴും എനിക്കങ്ങ് ചിരി വരും. ഇന്നേ വരെ ഇച്ചായനോട് ഞാൻ ഈ കാര്യമായിട്ട് പറഞ്ഞിട്ടുമില്ല. അയ്യോ, ഞാൻ എൻ്റെ കഥയൊക്കെ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിച്ചില്ലയോ?